ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം, നമ്മൾ കഴിക്കുന്ന മാങ്ങാണ്ടി നമ്മൾ കഴിച്ചതിന് ശേഷം ഇത്തരത്തിൽ ചില ഒരു മാങ്ങാണ്ടികൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വണ്ടിനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സംശയം, ഇതെങ്ങനെയാണ് ഇത്രയും നമ്മൾ കഴിച്ച്, അതായത് ഫുൾ തൊലി ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ അതിനകത്ത് ഒരു വിത്തിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഈ വണ്ട് എങ്ങനെ വന്നതെന്ന്. അപ്പോൾ പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മാവിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതാണെന്നാണ്. എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ്. അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിൻ്റെ പൂവ് വിരിയുന്ന സമയത്ത് തന്നെ ഒരുതരം വണ്ടുണ്ട്. അപ്പം ഈ വണ്ടിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഈ മാങ്ങയുടെ പൂവിൻ്റെ, അതായത് മാവിൻ്റെ പൂവ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ പരാഗണം നടക്കുന്ന സമയത്ത് പോലെ തന്നെ ഇതിനകത്തേക്ക് വന്ന് എന്ത് ചെയ്യും, മുട്ട ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ ഇതിനകത്ത് പരാഗണം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഭ്രൂണത്തിനകത്തേക്ക് തന്നെ ഈ വണ്ടിൻ്റെ മുട്ട നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ വളർന്നു വരുന്നതനുസരിച്ച് ഇതിൻ്റെ ആ ജീവിതഘട്ടങ്ങൾ ഉടനെ ഒന്നും സ്റ്റാർട്ട് ആവത്തില്ല. അതായത് ഈ വണ്ടിൻ്റെ മുട്ട ഉടനെ ഒന്നും വിരിയത്തില്ല. ഈ മാവ് കണ്ണിമാങ്ങ പരുവത്തിലായാലും വിരിയത്തില്ല. അത് ഏകദേശം ഇച്ചിരൂടെ വലിപ്പത്തിലേക്ക് വരുമ്പം മാത്രമേ, അതായത് ഈ മാങ്ങയുടെ അത് മൂപ്പെത്തുന്നതിന് മുമ്പായിട്ട് മാത്രമേ വെള്ളം എന്ത് ചെയ്യും, ഈ വണ്ടിൻ്റെ മുട്ട വിരിയത്തുള്ളൂ. അതിനുശേഷം ഏകദേശം പഴുത്ത് ഈ മാങ്ങ തറയെ വീഴുമല്ലോ, ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിനകത്തെ ആ വണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട വിരിയുകയും അതിനകത്തെ ഭ്രൂണം കഴിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിൽ പലരും നല്ല രുചിയുള്ള മാങ്ങ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, നമ്മൾ കഴിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുവന്ന് വിത്ത് ഒന്ന് പാകാനൊന്ന് ശ്രമിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൊണ്ടുവന്ന് പാകുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയായിരിക്കും. നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒട്ടുമിക്ക മാവിലും ശ്രദ്ധിച്ചാൽ കൊണ്ടുവന്ന് നടുന്ന വിത്തുകൾ പലതും മുളയ്ക്കത്തില്ല. ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളിച്ചുണ്ട മാവാണ്, മാവിൻ്റെ വിത്താണ്. അപ്പം ഇത്തരത്തിലുള്ള ഇത് കിളിച്ചിട്ടുണ്ട്. ഇതെന്താ ഭാഗ്യത്തിന് അതിനകത്ത് ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ടില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു വരുത്തൻ മാങ്ങയാണ്. അത് ഈ അൽഫോൺസ് ഇനത്തിൻ്റെ ടൈപ്പ് ഉള്ള ഒരു മാങ്ങയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ പൊളിച്ചു നോക്കുകയാണെങ്കിൽ ആ വിത്തിൻ്റെ അകത്ത് ഒന്നും കാണത്തില്ല. അതിനകത്ത് മുഴുവൻ വണ്ട് തിന്ന് തീർത്തിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഏകദേശം നല്ലൊരു മാങ്ങ കിട്ടി, നമ്മൾ കഴിച്ചു. എന്നാൽ ഈ ഉടൻ തന്നെ ഇത് മാങ്ങ വിളഞ്ഞ് പഴുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തില്ല, ഈ വിത്ത് മുഴുവൻ അങ്ങ് തിന്ന് തീർക്കത്തില്ല. ഇപ്പോൾ ഒരു കിളിച്ചുണ്ട മാങ്ങ നമ്മൾ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നന്നായിട്ട് പഴുത്ത് നമ്മൾ കഴിച്ചതിന് ശേഷം ഈ മാങ്ങാണ്ടി എന്ത് ചെയ്യുകയെന്നറിയാം, നന്നായിട്ട് അങ്ങ് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ച് ഒരു ദിവസമെങ്കിലും എടുത്തൊന്ന് ഉണക്കാൻ ശ്രമിക്കുക. ഉണക്കിയതിന് ശേഷം ഇപ്പം ഈ വിത്ത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള വിത്തിന് ആ വണ്ണമുള്ള ഭാഗമാണ് ഇതിൻ്റെ വേര് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇങ്ങനെ ഇത്ര നീണ്ടു പോകുന്ന പോർഷനാണ് അതിൻ്റെ ഈ പൊളന്ന് വരുന്ന ഭാഗം. അപ്പം എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ ഒരു വട്ടത്തിൽ ഈ വണ്ണമുള്ള പോർഷനിൽ നമ്മൾ ചെറുതായിട്ട്, ഇതിപ്പം ഇത്രയും പൊളന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേര് വന്നുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ചെറുതായിട്ട് ഈ പോർഷൻ അങ്ങ് ഒരുപാട് ചെത്തല്ലേ, ഈ പോർഷൻ എന്ത് ചെയ്യുക, നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ ഇച്ചിരി മുറിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അതീവ ശ്രദ്ധ വേണം, കൈ മുറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. ഞാനങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുക, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത്, കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമുണ്ട്, അത് വെച്ചിട്ട് പതുക്കെ 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 കേൾക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ഇത് ഉണങ്ങും. ഇതിൻ്റെ ഈ പുറം ഭാഗം എന്ത് ചെയ്യും, ഉണങ്ങും. ഉണങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടത്തി ഇതിപ്പോൾ നനഞ്ഞിരിക്കുന്നതാണ്, ഞാനന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ അടന്നിരിക്കുകയാണ്, കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അടത്തി എടുത്തതെന്ന് അറിയാം, ഒരു പയർമണി പോലുള്ളൊരു സാധനം ആണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ കാണിച്ചേക്കാം, കണ്ടോ. ഇതിനകത്ത് ഇത് കിളിച്ചുണ്ടൻ്റെ വിത്തായതുകൊണ്ടാണ് ഒരുപാട് വേര് വന്നിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഈ മാങ്ങയ്ക്കകത്ത് ചിലപ്പോൾ അങ്ങനെ കാണത്തില്ല. കാരണം ഇതെന്ന് വെച്ചാൽ പോളി എംബ്രിയോണിക്കാണ്, അപ്പം ഇത് മോണോ എംബ്രിയോണിക്കാണ്. അപ്പോൾ ഈ പോളി എംബ്രിയോണിക്ക് ആകുമ്പോൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ വേര് ഒരുപാട് വന്നെന്നിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കൂടെ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ അടത്തിയെടുക്കുമ്പോൾ ഈ ഒരു കണ്ടോ, നോക്ക്, ഇതിൻ്റെ കണ്ടോ, നോക്കണേ, കണ്ടോ ഇതുപോലെ കണ്ടോ, ഇതിനകത്തും വണ്ടുണ്ട്, കണ്ടോ, ശ്രദ്ധിച്ചോ. ഇതിനകത്തും ഞാൻ ഈ കിളിച്ചെന്ന് പറഞ്ഞത് ഞാനിത് തുറക്കാതാണ് പറഞ്ഞത്, കണ്ടോ. ഇതും വണ്ടിൻ്റെ അറ്റാക്കുണ്ട്, നോക്കണേ, കണ്ടോ, ഈ ഭാഗം കണ്ടോ, തിന്ന് തീർത്തേക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഞാനിത് തുറന്നുകൊണ്ടാണ്, ഇതല്ലാതെ ഞാൻ നോക്ക്, ഇതൊരു മാവാണ്, ഇതൊരു മാവാണ്, കണ്ടോ, വേരുകൾ പലതായിട്ട് വന്നേക്കുന്നത്, കണ്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് കൊണ്ടുവന്ന് നടുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഇതിനകത്ത് ഈ തിന്ന ഭാഗം
ബാക്കിയൂടെ തിന്നും. നമ്മൾ പിന്നെ തിരിഞ്ഞ് അവിടോട്ട് പോകാൻ നോക്കാറില്ല, നമ്മൾ നട്ടെന്ന് പറയും. പിന്നെ സംഭവിക്കുന്ന ഇതാണ്. കണ്ടോ ഇതിനകം മുഴുവൻ തിന്ന് തീർത്തിരിക്കുന്നത്. കണ്ടോ ഇത് മുഴുവൻ തിന്ന് തീർത്തിരിക്കുന്നത്. ആ വണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ജീവിതചക്രം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് പോയി. ഉണ്ടോ? അപ്പോൾ ഞാൻ ഇതേപോലെ രീതിയിൽ അടർത്തിയെടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ വണ്ട് തിന്നിട്ടുണ്ടെന്ന് കരുതുക. ഇത്രയും പോർഷനെ നമുക്ക് വണ്ട് തിന്നിട്ടുള്ളെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഒരു ചെറിയൊരു കമ്പോ ഒക്കെ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചുരണ്ടിയിട്ട് ഇതിനകത്ത് നിന്ന് ചെറിയ പുഴുക്കൾ കാണും. ആ പുഴുക്കളെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ അതിനകത്തെ വിത്ത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും മതി. ഇത്രയും പോർഷൻ ഉണ്ടായാലും നമുക്ക് ഇതിനെ രക്ഷിച്ചിടാം. അപ്പം ഞാൻ ഇതിൻ്റെ തൊണ്ട് എന്ത് ചെയ്യുക, ഇതെടുത്ത് കളയാം. അപ്പം നിങ്ങൾ കഴിക്കും മാങ്ങാണ്ടിക്കകത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്ക് പോകുന്നു. നമുക്ക് ഈ ഒരു പയറുമണി മാത്രം മതി. പയറിൻ്റെ തൊലിക്കകത്തെ നമ്മൾ തൊലിയോടല്ലല്ലോ നടന്ന് എന്ന് പറഞ്ഞതിലോട്ടേ ഉള്ളൂ. ഇതിൻ്റെ ആ കോട്ടിങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടോ ഇതിപ്പോൾ ഒടിഞ്ഞു പോയി. ഇതിനിപ്പോൾ നട്ടിട്ട് കാര്യമില്ല, നട്ടാലും കുഴപ്പമില്ല. ഈ പോർഷനിലെ ഭ്രൂണത്തിന് ഇവിടുന്നുള്ള പിന്നെ അതിൻ്റെ ആഹാരം കിട്ടിക്കോളും. അപ്പോൾ ഇത് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക. സാധാരണ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് സാഫ് എന്ന് പറയുന്നൊരു ഫംഗിസൈഡ് ഉണ്ട്. അപ്പോൾ ആ സാഫ് ഫംഗിസൈഡ് എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ട് ഒരു 2 മില്ലി 2 ഗ്രാമോ അല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഇച്ചിരി ഇട്ടിട്ട് ഒരു അല്പം വെള്ളത്തിലിട്ട് കലക്കുക. ഈ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് അത് സിസ്റ്റമിക് ഫംഗിസൈഡാണ്, കോണ്ടാക്ട് അല്ല. സിസ്റ്റമിക് ഫംഗിസൈഡാണ് അത് ഏറ്റവും നല്ലത്. അതായത് സിസ്റ്റമിക് ഫംഗിസൈഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അറ്റാക്ക് ചെയ്ത് ഇതിനകത്ത് ഫംഗസിനെ എല്ലാം നിർവീര്യമാക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയുക, ഇതിനെ ഈ മാങ്ങാണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനകത്തോട്ടൊന്ന് ഇടുക. നമുക്ക് ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വലിയ വീര്യമുള്ളതൊന്നുമല്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനെ അങ്ങ് പൊതിയണം. ഞാനിത് കിളിക്കാതിരിക്കുന്നതിന് സമയത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ടിഷ്യൂ പേപ്പർ വെച്ച് പൊതിഞ്ഞതിന് ശേഷം അപ്പോൾ പൊതിഞ്ഞിട്ട് ഈ വെള്ളം തന്നെ ഇന്ന് തളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ബോക്സിനകത്തേക്ക് ഇതിനെ അടുക്കി മേപ്പോട്ടല്ല നിരത്തി വെച്ചിട്ട് ഈ ബോക്സ് അടച്ച് ഒരു 2 ദിവസം നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെക്കാമെങ്കിൽ ഇതിനകത്ത് നിന്നെല്ലാം ഇതിപ്പോൾ ഏകഭ്രൂണമാണെങ്കിലും ബഹുഭ്രൂണമാണെങ്കിലും വേര് വരും. അപ്പം വേര് വന്നെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതിന് മുമ്പ് തന്നെ മണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും പിന്നെ അതുപോലെ ശകലം ചാണകപ്പൊടി ഇടുക. ഒരുപാട് ചാണകപ്പൊടി ഇടണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഇതിനകത്ത് എന്ത് ചെയ്യും, ആഹാരത്തിനുള്ള സാധനങ്ങൾ ഇതിനകത്തെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ വരുന്ന തൈക്ക് കഴിക്കാനുള്ള എല്ലാം ഏകദേശം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് ചെറിയ കവറിനകത്തേക്ക് ഈ വേരിങ്ങനെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കിടത്തേണ്ട ആവശ്യമില്ല, കിടത്തി ചെയ്യേണ്ട, ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരുന്നത് മുകളിലോട്ടാണ് ഇതിൻ്റെ കയറി വരുന്നത്. ഇത് വേര് താഴോട്ട് പോവും, ഇതിൻ്റെ തണ്ട് മേപ്പോട്ടും വരും. കിടത്തി ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ കിടത്തിയിട്ടാലും ഇത് വേരിങ്ങനെ വരും, ഇത് വിടർന്ന് മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിൽ പൊട്ടിപ്പോയിട്ടുള്ള അതായത് ഇത്തരത്തിൽ പുഴു കയറിയിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, രക്ഷിച്ചെടുക്കാൻ സാധിക്കും. മറിച്ച് നമ്മൾ ഇതല്ലാതെ കൊണ്ടുവന്ന് പാകുകയാണെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും ഫലം. നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തായിരിക്കും, വെറുതെ കൊണ്ടുവന്ന് ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പിന്നെ അങ്ങനെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ നമുക്ക് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ കിട്ടുന്ന മാവ് നിങ്ങൾക്ക് നടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കിളിച്ചുണ്ടനായിക്കോട്ടെ, മൂവാണ്ടനായിക്കോട്ടെ, ചന്ദ്രക്കാരനായിക്കോട്ടെ. ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങാണ്ടിയാണ്. അത്തരത്തിലൊക്കെ ഉള്ളത് പൊളിക്കാൻ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൈമുറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. അത് ചെയ്യുന്നത് ഒന്ന് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യൂ. പിച്ചാത്തി കൊണ്ടൊക്കെ ചെത്തുമ്പോൾ വിരളൊക്കെ നന്നായിട്ട് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം മാത്രമേ ചെയ്യാവൂ. അത് കട്ടർ കിട്ടും. ഈ മാംഗോ കട്ടർ എന്ന് പറയുന്നത് നമ്മൾ വെളിയിലും കടകളിലും അഗ്രി ഷോപ്പുകളിലൊക്കെ കിട്ടും. അത് ചെയ്തും വെച്ചും ചെയ്യാം. പിന്നെ വീട്ടിലെ ആവശ്യമാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അത്യാവശ്യം ഒന്ന് ഉണങ്ങിയാൽ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തുവായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ മാവ് മാങ്ങാണ്ടി മുളപ്പിക്കുക. അപ്പം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.